നമ്മുടെ രാജ്യത്തെവിടെയും സ്വീകരിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ ലോകത്ത് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നടപ്പായിട്ടുള്ള രാജ്യങ്ങളിലൊന്നും നടപ്പായിട്ടില്ല എന്ന് കരുതുന്ന ഒരു പുതിയ രീതി നാം ഇവിടെ സ്വീകരിച്ചു. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ പ്രകടന പത്രികയിലൂടെ പറയുന്ന കാര്യങ്ങൾ അതത്ര കണ്ട് നടപ്പായി എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുക എന്ന നിലയല്ല, ഓരോ വർഷവും ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായ വിവരങ്ങളോടെ വിലയിരുത്താനാവണം. ആ ധാരണയിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എത്ര കണ്ട് സംസ്ഥാനത്ത് പരിപാടികൾ പൂർത്തിയാക്കാനായി, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാനായി, ആ കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ആദ്യ വർഷം തുടങ്ങി 5-ാമത്തെ വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പായി. ആ ഘട്ടത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങിയപ്പോൾ 2021 കണ്ടത് പ്രകടന പത്രികയിൽ പറഞ്ഞ 600 ഇനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കിയ സർക്കാരായി LDF സർക്കാർ മാറുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള സാക്ഷ്യപത്രങ്ങളായി നിലകൊള്ളുകയാണ്. അതിൻ്റെ ആകെ വിവരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഏറ്റവും അഭിമാനകരമായ മേഖലകളായിരുന്ന പലതും പൂർണ്ണമായി തകർന്നു പോയിരുന്നു. അതിലൊന്നാണ് പൊതുവിദ്യാഭ്യാസം, മറ്റൊന്നാണ് ആരോഗ്യരംഗം. ഇതെല്ലാം വലിയ മനോവേദന ഉണ്ടാക്കുന്ന വിധത്തിൽ തകർന്നുപോയ മേഖലകളായിരുന്നു. പക്ഷേ അവയെല്ലാം നല്ല രീതിയിൽ നമുക്ക് പരിഹരിക്കാനായി. പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പരിശോധിച്ച് ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു വർഷമല്ല, തുടർച്ചയായ വർഷങ്ങളിൽ ആ ഒന്നാം സ്ഥാനം കേരളത്തിന് നിലനിർത്തി പോകാൻ കഴിയുന്നു. അതേപോലെ തന്നെ ആരോഗ്യരംഗം വലിയ തോതിൽ ശേഷി ആർജിച്ച് നിലവന്നു. നമ്മുടെ രാജ്യവും ലോകവും കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴാത്ത ഏക പ്രദേശമെന്ന നിലക്ക് നമ്മുടെ രാജ്യത്ത് കേരളത്തെ നോക്കിക്കണ്ടു. ലോകത്തെ തന്നെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്നായി കേരളം മാറി. അതിനിടയാക്കിയത് ആരോഗ്യരംഗത്ത് വന്ന മാറ്റമായിരുന്നു. ഇതുപോലെ വിവിധ മേഖലകൾ
നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം സൃഷ്ടിച്ചു. എല്ലാ മേഖലയും കൂടുതൽ കരുത്താർജിക്കുന്ന നിലയുണ്ടായി. കാർഷിക രംഗം, വ്യവസായ രംഗം എല്ലാം വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാർഷിക രംഗത്ത് വല്ലാത്ത പുറകോട്ട് പോക്കായിരുന്നു നേരത്തെ ഉണ്ടായത്. എന്നാൽ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടു, കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വർദ്ധിച്ചു, ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചു. നെൽകൃഷിയുടെ വ്യാപനം വലിയ തോതിലുണ്ടായി. വ്യവസായ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് എന്ന് നിലവന്നു. നാം കാണേണ്ടത് ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. യാദൃശ്ചികമായി സംഭവിക്കുമായിരുന്നുവെങ്കിൽ നേരത്തെ സംഭവിക്കണമായിരുന്നു. നേരത്തെയുള്ള തകർച്ച അതും യാദൃശ്ചികമല്ല. പിന്നീടുണ്ടായ 2016 ശേഷമുള്ള നേട്ടങ്ങളും യാദൃശ്ചികമല്ല. എല്ലാറ്റിലും ഗവൺമെൻറ്റിൻ്റേതായ പങ്കുണ്ട്. എന്താണ് ആ പങ്ക്? ഏതൊരു നാടും മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിൻ്റേതായ പങ്ക് വഹിച്ചിരിക്കണം. നിർഭാഗ്യവശാൽ 2016 അവസാനിച്ച ആ കാലം ആ പങ്ക് നിർവഹിക്കാത്ത നിലയാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ഓരോ മേഖലയും തകർന്നു പോയത്. എന്നാൽ കൃത്യമായി ഇടപെടുകയും ഈ നാടിൻ്റെ പുരോഗതി ഉറപ്പാവണമെന്ന ധാരണയോടെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് 2016 ശേഷം മാറ്റമുണ്ടായത്.